പ്രവാസികൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഇത്. ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നും നാട്ടിൽ നിന്നും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വിവരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വിസയിൽ 6 മാസത്തെ വാലിഡിറ്റി നിർബന്ധമാണ്. അതുപോലെ നിലവിൽ പ്രവാസി ആയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ ചേരാൻ പറ്റുകയുള്ളൂ. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. അതിൻ്റെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കേരളത്തിൽ 500-ലധികം ആശുപത്രികളിൽ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രീമിയത്തെ കുറിച്ചിട്ട് നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബം, ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇതിന് വരുന്ന വാർഷിക ഫീസ് എന്ന് പറയുന്നത് 13,814 രൂപയും അതോടൊപ്പം വ്യക്തിഗതമായിട്ട് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ 8,000-ന് മുകളിലാണ് ഇതിന്റെ പ്രീമിയം വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇത് നവംബർ 1 മുതലാണെന്നൊരു കൺഫ്യൂഷൻ വരികയുണ്ടായി. അപ്പോൾ നവംബർ 1 ഇത് പ്രാബല്യത്തിൽ വരികയാണ്. 2025 സെപ്റ്റംബർ 22 മുതൽ 2025 ഒക്ടോബർ 22 വരെയാണ് ഇതിൻ്റെ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകാനുള്ള അവസരം. അപ്പോൾ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകണമെന്നുണ്ടെങ്കിൽ പ്രവാസിയുടെ നോർക്ക റൂട്ട്സിൻ്റെ ID കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഈ 2025 ഒക്ടോബർ 22 വരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ID ഇല്ലാത്തവർക്ക് ഇത് എടുത്തിട്ട് ഇതിൽ അംഗമാകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവാസി ID കാർഡ് എടുക്കുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വിസയുടെ കോപ്പി, പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് സൈഡ് കോപ്പി, ഒരു ഫോട്ടോ, ഒരു ഒപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഈ ID കാർഡ് എടുക്കുവാൻ വേണ്ടി വേണ്ടുന്നത്. പുതുക്കുവാനുള്ളവർ പഴയ കാർഡ് വ്യക്തമായിട്ട് ചെക്ക് ചെയ്യുക, അതിൽ വാലിഡിറ്റി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയ കാർഡ് എടുക്കുക. വളരെ സമയം കുറവായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളത് ചെയ്താലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പദ്ധതിയിൽ ചേരുവാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇതിൽ ചേരാവുന്നതാണ്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിലവിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ നിലവിൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിലും ഈ പ്രവാസി നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരുന്നതിന് തടസ്സങ്ങളില്ല. അതോടൊപ്പം തന്നെ ഇതിന് 5 ലക്ഷം രൂപ വരെ കവറേജ് ലഭിക്കും. നിലവിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ 14,000-ലധികം ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് എത്രയാണ് ലഭിക്കുക? അതിന് 10 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ഡിസബിലിറ്റി ആയാൽ അതിന് വേറെ കാര്യങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതി ഇതിന്റെ വാലിഡിറ്റി എത്ര? ഇതിന് 1 വർഷത്തെ വാലിഡിറ്റിയാണ് ഈ കാർഡ് എടുത്തു കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രവാസി ID കാർഡിന് 3 വർഷമാണ് അതിൻ്റെ വാലിഡിറ്റി. അത് കൃത്യമായിട്ട് റിന്യൂ ചെയ്ത ആൾക്കാർക്ക് ഇതിനകത്ത് നമുക്ക് ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒക്ടോബർ വരെ സമയമുള്ളതിനാൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാസി ID കാർഡ് എടുക്കുക. ഈ വിലപ്പെട്ട ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകുക. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കുക, ഞങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളെ കടങ്ങന്നൂരുള്ള SBI ബാങ്കിന് മുകളിലുള്ള CSC സെൻറ്ററിൽ ഈ പറഞ്ഞ സേവനം ലഭ്യമാണ്. അപ്പം ഒരുപാട് ആളുകൾ ഈ നോർക്ക ID കാർഡ് വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാതിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ചേരാൻ ശ്രമിക്കുക. അപ്പോൾ ഓർക്കുക, ഇത് നവംബർ 1 ഈ പദ്ധതി പ്രാബല്യത്തിൽ വരും. ഇപ്പോൾ ചേരുവാനുള്ള അവസരമാണ്. 22 മുതൽ ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. അടുത്ത ഒക്ടോബർ 22 വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.